ഹായ് ഓൾ, ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചിട്ടാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ഡയമെൻഷണൽ മോഷനിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഓഫ് 2 ഡയമെൻഷണൽ മോഷനാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ് പ്രൊജക്ടൈൽ മോഷൻ? The projectile motion is the motion of an object that is given an initial velocity and subsequently it moves only under the influence of gravitational force. ഓക്കെ, സോ ഈ പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ എയർ റെസിസ്റ്റൻസ് പൊതുവെ എന്താണ് നെഗ്ലക്റ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്ത് കാണില്ല? ആക്സിലറേഷൻ കാണില്ല. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തായിരിക്കും? വെലോസിറ്റി വിൽ ബി ഓൾവേസ് കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് അങ്ങനെയെങ്കിലും നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിലേക്ക് കടന്നാലോ? ഓക്കെ, പ്രൊജക്ടൈൽ മോഷനിൽ നമ്മളിവിടെ 2 കേസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം എ ഹൈറ്റ്, അതായത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ ആണ് നമ്മുടെ ആദ്യത്തെ കേസ്. എന്താണ് ഇവിടെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ, നമ്മളിവിടെ ഒരു ബോഡിയെ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് താഴേക്കിടുകയാണ്. എന്താണ്? ഒരു ഹൈറ്റിൽ നിന്ന് നമ്മളതിനെ താഴേക്കിടുന്നു. അപ്പോൾ ഇതൊരു കർവ്ഡ് പാത്താണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ആ ഹൈറ്റിൽ നിന്ന് ഇടുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിനൊരു വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. ആ വെലോസിറ്റിയാണ് യു എന്ന് പറയുന്ന വെലോസിറ്റി. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു എന്താണ്? നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ എയർ റെസിസ്റ്റൻസിനെ നെഗ്ലിജിബിൾ, അതായത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല. അതൊരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ആക്സിലറേഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വെർട്ടിക്കൽ മോഷൻ ഒന്ന് എടുത്താലോ? ഈ ഒരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുന്നു. അപ്പോൾ ഒരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നു. ഇതിന് താഴേക്ക് എന്തുണ്ട്? ഒരു ആക്സിലറേഷൻ ഉണ്ട്, ഒരു ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ട്. ആരാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് കൊടുക്കുന്നുണ്ട്? അതിനൊരു ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ബോഡി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് താഴേക്ക് വീഴുന്നു. അത് കാരണമാണ് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും ഉണ്ട്. അതുകൊണ്ട് അതൊരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്തിട്ടാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അതാണ് എന്ത്? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിനിയും ഇവിടുത്തെ കുറച്ച് കേസസ് എടുത്താലോ? അതായത് ആദ്യത്തേത് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് നമ്മളൊരു ബോഡി ഒരു ഹൊറിസോണ്ടൽ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? താഴേക്ക് ഇടുകയാണ്. താഴേക്ക് ഇടുമ്പോൾ ഇതാ ഇതേപോലെ നമ്മളൊരു ബോഡീനെ എടുക്കുന്നു. നമ്മളൊരു XY ആക്സിസ് എടുക്കുന്നു. ഇവിടെ നിന്നൊരു ബോഡിയെ ഇതേപോലെ നമ്മളൊരു യൂണിഫോം വെലോസിറ്റി യു എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്നു. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞേ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യൂണിഫോം വെലോസിറ്റിയാണ്. പക്ഷേ വെർട്ടിക്കൽ ഡയറക്ഷനിലാണെങ്കിലോ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? 0 ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? അതിലൊരു ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട് വെർട്ടിക്കലി താഴേക്ക്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എങ്കിലും നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഒന്ന് കണ്ടുപിടിച്ചാലോ? അതായത് എത്ര നേരം കൊണ്ട് ഇവിടെ നിഴുന്ന ബോഡി ഈ താഴെ ഗ്രൗണ്ടിലേക്ക് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? വെർട്ടിക്കൽ മോഷനിൽ ഇവിടെ എന്താ? ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് മുകളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഫ്രീ ഫോൾ. ഫ്രീ ഫോളിന് എടുക്കുന്ന സമയം എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെയും എടുക്കുന്നത്. കാരണം എന്താ? വെർട്ടിക്കൽ മോഷനിൽ എന്തായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, സോ അങ്ങനെയെങ്കിലും നമുക്കിതൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയാലോ? ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം? നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. ഏതായിരുന്നു അത്? S is equal to ut plus half at square അല്ലേ? S is equal to ut plus half at square ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ മാക്സിമം ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പാർട്ടിക്കിള് പോയാൽ ഈ ഒരു മാക്സിമം ഹൈറ്റാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് എസ്സിനെ നമുക്ക് എന്തെന്നെടുക്കാം? എച്ച് എന്നെടുക്കാം. വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് UY എന്നെടുക്കാം. അതെന്താണ്? 0 ആണ്. ആണല്ലോ. ആക്സലറേഷൻ എന്തെന്നെടുക്കാം? വിൽ ബി ഈക്വൽ ടു G. കാരണം ആക്സലറേഷൻ എങ്ങോട്ടാ? താഴേക്കല്ലേ വെർട്ടിക്കൽ മോഷനിൽ. അപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴേക്കാണ്. അതുകൊണ്ട് +G ആണ് നമ്മുടെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? H is equal to
ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. ഇങ്ങനെയല്ലേ വരുന്നേ? ഇവിടെ നിന്ന് നോക്കിക്കേ, ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കളെ നമുക്ക് എന്താ കിട്ടുന്നത്? 2h/g എന്നാ കിട്ടുന്നത്. അതായത് ടി വിൽ ബി ഈക്വൽ ടു എങ്ങനെ കിട്ടുന്നു? √2h/g. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ പ്രൊജക്ടൈൽ, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനിലെ നമുക്കൊരു ബോഡി മുകളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? √2h/g ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഈ ഹൈറ്റ് ആണ്. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണെന്ന് നോക്കിയാലോ? എന്താണ് ഇനി നമ്മൾ നോക്കുന്നത്? ഇതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താ മക്കളെ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നു. ആ വെലോസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാക്സിമം എത്രമാത്രം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കുന്നു, അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുക്കുന്നു, ഇങ്ങനെയാണത് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കൊടുത്ത ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താ? യു ആണ്. ഇവിടെ നമുക്ക് മൂവ് ചെയ്തതാ ഇത്രയും ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് R ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്താ? യു അല്ലേ നമ്മൾ കൊടുത്ത ഇനിഷ്യൽ വെലോസിറ്റി? യു ആണ് ഇനിഷ്യൽ വെലോസിറ്റി. ടൈം എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. മുകളിൽ നിന്ന് താഴേക്ക് വിടാൻ എത്രയായിരുന്നു സമയം എടുത്തിരുന്നത്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തായിരുന്നു? √2h/g ആണ്. എങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? യു √2h/g ആണ് നമ്മുടെ ഇവിടുത്തെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? അപ്പോൾ ഒരു ഗിവൺ വെലോസിറ്റിയിൽ ആ ഒരു ബോഡിക്ക് മാക്സിമം ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൊറിസോണ്ടൽ റേഞ്ച് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമ്മുടെ ഇതാണെന്ത്? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ. ഇനി നമ്മുടെ സെക്കൻഡ് കേസാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് സെക്കൻഡ് കേസ്? ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷൻ ആണ് നമ്മുടെ സെക്കൻഡ് കേസ്. അതായത് നമ്മളൊരു ബോഡിയെ ഹൊറിസോണ്ടലുമായിട്ട് ഒരു തീറ്റ ആക്സിസ് വരുന്ന രീതിയിലാണ് എന്താ മുകളിലേക്ക് എറിയുന്നത്. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് വിടുന്നത്, അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മോഷനാണ് പ്രൊജക്ടൈൽ മോഷനാണ് എന്ത്? ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഇത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പരാബോളിക് പാത്തായിരിക്കും. എന്ത് പാത്തായിരിക്കും? ഒരു പരാബോളിക് പാത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വെലോസിറ്റി എന്തായിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരുന്നു. അതേ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. എക്സ് ആക്സിസിൽ എക്സ് കമ്പോണൻ്റ് ആയിട്ട് അതിനെ യു കോസ് തീറ്റ എന്ന് എടുക്കുന്നു. വൈ ആക്സിസിൽ നമ്മൾ എന്തെടുക്കുന്നു? അതിനെ യു സൈൻ തീറ്റ എന്ന് എടുക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, നേരത്തെ സെയിം കേസ്. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തില്ല? നമ്മൾ എയറിനെ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ്, എയർ റെസിസ്റ്റൻസിനെ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി നോ ആക്സലറേഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ദിസ് വെലോസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി മോഷൻ. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആ ux എന്തായിരിക്കും? ത്രൂ ഔട്ട് ദി മോഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളത് ഇവിടുന്ന് യു സൈൻ തീറ്റ ആയത് മുകളിലേക്ക് വരുന്തോറും കുറയുന്നു. എന്നിട്ടൊരു മാക്സിമം ഹൈറ്റിലെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ എന്താണ്? വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവില്ലേ? 0 ആകും. അതിനുശേഷം വീണ്ടും അത് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. എന്നിട്ട് ഫൈനലി അത് യു സൈൻ തീറ്റയിൽ തന്നെ എത്തുന്നു ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ മോഷനിലും ഹൊറിസോണ്ടൽ മോഷനിലും സംഭവിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് ഒരു മാക്സിമം ഡിസ്റ്റൻസിൽ പോയി അവിടുന്ന് താഴെ വരെ എത്താനെടുത്ത സമയം നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹൊറിസോണ്ടൽ റേഞ്ചിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇതെടുത്ത ഈ ഒരു മൊത്തം എടുത്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താ? മാക്സിമം ഹൈറ്റ്, അതായത് ഇവിടുന്ന് ഇതിൻ്റെ ഈ മാക്സിമം ഹൈറ്റ് വരെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ മെയിൻലി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ? ഇവിടെ നമ്മൾ യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റി, ഒരു ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നു. അതെന്ന് പറയുന്നത് തീറ്റ ആംഗിളിലാണ് വിത്ത്
ദ ഹൊറീസോണ്ടൽ തീറ്റ ആംഗിളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വെലോസിറ്റിയെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. അതിൻ്റെ എക്സ് കമ്പോണൻ്റ് ആണ് എന്ത്? യു കോസ് തീറ്റ. വൈ കമ്പോണൻ്റ് ആണ് എന്ത്? യു സൈൻ തീറ്റ. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ ഡെറിവേഷൻ നോക്കിക്കേ. എന്താണ് നമ്മുടെ ആദ്യത്തെ ഡെറിവേഷൻ? മാക്സിമം ഹൈറ്റ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഹൈറ്റ് ആണ്. അതായത് ഇതാണല്ലോ നമ്മൾ ഇവിടുന്ന് ഒരു യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റി, തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണത് കൊടുക്കുന്നത്. ഇത് ഒരു പരാബോളിക് പാത്താണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. എന്താണ്? ഒരു പരാബോളിക് പാത്താണ്. ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഈ താഴേക്കുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എസ് എന്ന്, അല്ലെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? എച്ച് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നാണ് നമ്മളിത് ഡിറൈവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനില്ലേ? ഏതായിരുന്നു? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓർക്കുന്നുണ്ടോ എല്ലാവരും? എന്തായിരുന്നു? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെ നമ്മൾ എന്താ എഴുതുന്നത്? നോക്കിക്കേ, ഇവിടെ വെർട്ടിക്കൽ മോഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വെർട്ടിക്കൽ മോഷനിൽ ആദ്യത്തെ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? യു ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഒന്ന് പറഞ്ഞേ. യു വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യു സൈൻ തീറ്റ അല്ലായിരുന്നോ? അതായത് ഈ ഒരു ഡയറക്ഷൻ ഇത് യു ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ യു കോസ് തീറ്റ എന്നും ഇതിനെ യു സൈൻ തീറ്റ എന്നും അല്ലേ വിളിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? യു സൈൻ തീറ്റയാണ്. പക്ഷേ വെർട്ടിക്കലി ഫൈനൽ വെലോസിറ്റി, അതായത് ഈ ഒരു പോയിന്റിലേക്ക് പാർട്ടിക്കിൾ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? അപ്പോൾ എന്താണ്? വി വൈ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ആക്സലറേഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്. പക്ഷേ ഈ പാർട്ടിക്കിൾ പോകുന്ന മുകളിലേക്കല്ലേ. അപ്പോൾ ആക്സലറേഷൻ എന്ത് വരും? -g എന്ന് നമുക്ക് എഴുതാം. എസിന് പകരം നമുക്ക് എച്ച് എഴുതാമല്ലോ. നമ്മുടെ ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കിയാലോ, എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം. നോക്കിക്കേ, വി സ്ക്വയറിന് പകരം 0 സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2as ആണ്. 2 ഇൻറ്റു -g ഇൻറ്റു h. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് എന്താ? 2gh എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാണ് ആണല്ലോ. എങ്കിൽ h എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നല്ലേ കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? ഈ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ, ഈ ഒരു ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷനിൽ ഈ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത മാക്സിമം ഹൈറ്റ് എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ഡെറിവേഷൻ ആരുടെ ആയിരിക്കും? നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടു. ഇനി എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കാണേണ്ടത്. എന്താണ് ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിള് നമ്മുടെ ആ ഒരു ഹൊറീസോണ്ടൽ റേഞ്ചിൽ നിന്ന്, ആ ഒരു ഹൊറീസോണ്ടൽ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് മുകളിൽ പോയി താഴെ എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത് ആണല്ലോ. എങ്കിൽ നമുക്കതൊന്ന് ചെയ്താലോ. എന്താണ് ആ കിട്ടുന്നത് നോക്കിയാലോ. നോക്കിക്കേ, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഏത് ഇക്വേഷൻ ഓഫ് മോഷനാണ്? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. എന്താണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ യു എന്ന് പറയുമ്പോൾ എന്താ? ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ആരുടെ? വെർട്ടിക്കലാണ് എടുക്കേണ്ടത് കേട്ടോ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇനിഷ്യൽ വെലോസിറ്റി ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഏതാ വരുന്നത്? ഏതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്? യു വൈ ഈക്വൽ ടു ഏതാ? നോക്കിക്കേ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി എന്താ? യു സൈൻ തീറ്റയാണ്. യു സൈൻ തീറ്റ. ആക്സലറേഷൻ എന്താണ്? -g ആണ് ആണല്ലോ. ഇനി നമുക്ക് ടിക്ക് പകരം ക്യാപിറ്റൽ ടി അങ്ങ് കൊടുക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റിന് ക്യാപിറ്റൽ ടി വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് T
ടിക്ക് പകരം ക്യാപിറ്റൽ ടീനെ കൊടുക്കാം. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങി ആ സെയിം ലെവലിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ എന്താ? 0 അതുകൊണ്ട് തന്നെ എസ് എന്തായിരിക്കും ഇവിടെ? 0 ആയിരിക്കും. എങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 0 ഈസ് ഈക്വൽ ടു യു ടി എന്ന് പറയുമ്പോൾ യു സൈൻ തീറ്റ ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് ജി ടി സ്ക്വയർ. ഇങ്ങനെയല്ലേ വരുന്നേ? അപ്പോൾ ഇനി അടുത്തത് എങ്ങനെ എഴുതും? യു സൈൻ തീറ്റ ടി ഈക്വൽ ഹാഫ് ജി ടി സ്ക്വയർ. ഒരു ടീം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്? 2u സൈൻ തീറ്റ ബൈ ജി. അതായത് ആ ഒരു ബോഡി ഇവിടുന്ന് തുടങ്ങി തിരിച്ച് ആ ഒരു ലെവലിലേക്ക് തന്നെ എത്താനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതാണ് എന്ത്? 2u സൈൻ തീറ്റ ബൈ ജി. ക്ലിയർ ആയോ? ഓക്കെ. നമ്മുടെ അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ത്? നമ്മുടെ ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷനിൽ അടുത്ത ആളാണ് ആര്? ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താണ് ഈ ഒരു ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ? നമ്മൾ ആ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനിൽ പറഞ്ഞ സെയിം കാര്യം തന്നെ. എന്താണ്? ആ ഒരു ബോഡി കംപ്ലീറ്റ് ചെയ്യുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അതായത് ഇതല്ലേ നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച്? ഇതല്ലേ ആ ബോഡി കംപ്ലീറ്റ് ചെയ്ത മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? ആണല്ലോ. എങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞ് എന്തായിരുന്നു ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഇവിടെ ഈ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടുത്തെ വെലോസിറ്റി? ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഏതാ? യു കോസ് തീറ്റ. ടൈം എന്തായിരുന്നു? 2u സൈൻ തീറ്റ ബൈ ജി അല്ലേ? നെക്സ്റ്റ് തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി. 2u സൈൻ തീറ്റ ബൈ ജി ആണ് എന്ത്? നമ്മുടെ ഇവിടെ വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ എന്തുണ്ട്? 2u ഉണ്ട്. അപ്പം എങ്ങനെ എഴുതാം? യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. ഇതാണല്ലോ. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്. എന്താണ് ആ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി? സൈൻ ടു തീറ്റ. എന്താ സൈൻ ടു തീറ്റ? 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കേ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. എങ്കിലും നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി? സൈൻ 2 തീറ്റ ഈക്വൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതായിരുന്നു നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി. എല്ലാവരും ഓർക്കുന്നുണ്ടോ? എങ്കിലും നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം ആരെയെ കൊടുക്കാം? സൈൻ ടു തീറ്റയെ കൊടുക്കാം. സൈൻ ടു തീറ്റ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുന്നത്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് ഒരു ഗിവൺ വെലോസിറ്റിയിൽ ആ പാർട്ടിക്കിളിന് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത്? ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി. ഓക്കെ ആണോ? ഇനിയും നമുക്കിവിടെ ആർ മാക്സ് കണ്ടുപിടിക്കണം. മാക്സിമം വരണമെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം വരണമെങ്കിൽ ഏത് ആംഗിളാണ് വരേണ്ടത് എന്ന് കണ്ടുപിടിക്കണം. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നോക്കിക്കേ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി എന്നല്ലേ നമ്മൾ എഴുതിയത്. ഇവിടെ സൈൻ ടു തീറ്റയുടെ വാല്യൂ 1 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം റേഞ്ച് കിട്ടുന്നത്. ഓക്കെ. അതായത് സൈൻ ടു തീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2 തീറ്റ 90 ഡിഗ്രി എന്നല്ലേ അതിൻ്റെ അർത്ഥം. എങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ ആ ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെങ്കിൽ ആ സമയത്ത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആയിരിക്കും. അതായത് ആർ മാക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ ടു തീറ്റയ്ക്ക് പകരം 1 എന്ന് എഴുതാമല്ലോ. യു സ്ക്വയർ ഇൻറ്റു 1 ബൈ ജി, ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ ജി. ദിസ് ഈസ് ആർ മാക്സ്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ
ഇത്രയുമാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 കേസസ് ആണ് നമ്മുടെ ഈ പ്രൊജക്ടൈൽ മോഷനിൽ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു ആ കേസസ്? ആദ്യത്തെ നമ്മുടെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ എന്തായിരുന്നു? നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്നിട്ട് ഒരു പാർട്ടിക്കിൾ ഒരു വെലോസിറ്റി, ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുത്തിട്ട് താഴേക്ക് എറിയുകയാണെങ്കിൽ അതൊരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നു. അതായിരുന്നു എന്ത്? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ. പിന്നെ നമ്മൾ രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞേ? ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷൻ അല്ലേ? എന്തായിരുന്നു ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷൻ? നമ്മളൊരു ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ ആംഗിളിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ഇടുന്നതെങ്കിൽ അതൊരു പരാബോളിക് പാത്താണ് ഫോളോ ചെയ്യുന്നത്. അതാണ് എന്ത്? ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷൻ. അവിടെ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പഠിച്ചു, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അങ്ങനെ കുറേ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചിട്ടാണ്. ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്നും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.